അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, നമ്മളുടെ പാപങ്ങൾ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, അതെല്ലാം പുറത്തു കിട്ടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പരമാവധി നമ്മൾ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് നല്ലൊരു നടത്തിപ്പിൻ്റെ കാലമല്ലാത്ത സമയത്ത് നമ്മളൊക്കെ ധാരാളം തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടും. അന്ന് അരുത്, അത് തെറ്റാണ്, ചെയ്യരുത് എന്ന് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ ആളുകൾ കാണില്ല, അല്ലെങ്കിൽ ഉണ്ടാവും, പക്ഷേ നമ്മളൊന്നും അത് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. അതങ്ങനെയാണല്ലോ, ഉപദേശത്തിനൊക്കെ പ്രസക്തിയില്ലാത്ത കാലം എന്നൊക്കെ പറയും. പിന്നീട് നമുക്ക് ബോധങ്ങൾ വരും, കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോയി, ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ ഇനി പുറത്ത് കിട്ടുക എന്ന് വല്ലാത്ത സങ്കടങ്ങളും പ്രയാസങ്ങളും. അപ്പോഴാണ് ചുളിവിലൂടെ ഓരോ സലാത്തുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ, ചില നിശ്ചിത എണ്ണങ്ങളൊക്കെ സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും എന്ന് പറയുന്ന സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യാം. അതിൽപ്പെട്ടാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാം, മഹത്വമുള്ള ദിവസമാണ്. സ്വലാത്തിനക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളൊരു ദിവസം കൂടെയാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിൽ ഒരു 80 സ്വലാത്ത്, ചെറിയൊരു സ്വലാത്ത്, ആ സ്വലാത്ത് 80 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ 80 വർഷത്തെ പാപം പുറത്തു കിട്ടുമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഫിഖ്ഹിൽ അറിയപ്പെട്ട മഹാനാണ് ഇമാം ഖതീബ് ശർബീനി റഹിമഹുല്ലാ. അവിടുത്തെ മുഗ്നി മുഹ്താജ് എന്ന് പറയുന്ന കിതാബിൻ്റെ 1-ാം വാള്യത്തിൽ 402-ാമത്തെ പേജിൽ പറയുന്നതാണ്. ഇമാം ദാറഖുത്നിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ല അലയ്യ യൗമൽ ജുമുഅത്തി, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ 80 മറത്തൻ, 80 പ്രാവശ്യം, 80 പ്രാവശ്യം എൻ്റെ മേലിൽ വെള്ളിയാഴ്ച ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഗുഫിറ ലഹു ദുനൂബു 80 സനത്തൻ, അവനിക്ക് 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബിതങ്ങൾ പറഞ്ഞപ്പം ഖീല, ചോദ്യം വന്ന് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ സ്വലാത്തി അലൈക്ക, എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ ആ സലാത്തിനെ പറ്റി ചോദ്യം വന്നു. ഖാല തുഖൂലു, അപ്പം നബിതങ്ങൾ പറഞ്ഞ എന്താ? അവൻ പറയട്ടെ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി. ഇതാണ് സലാത്ത്, ആർക്കും ചൊല്ലാൻ കിട്ടും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി എന്ന് പറയുന്ന സലാത്ത് 80 പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പകലായ രാത്രികാലമൊക്കെ പറ്റും. വെള്ളിയാഴ്ച പകൽ രാത്രി എന്ന് പറയണമെങ്കിൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിക്കാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയാം. വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി അത് വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഞാൻ രാവിലോ അതല്ല പകലിലോ, വെള്ളിയാഴ്ച പകലിലോ ആരെങ്കിലും ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് 80 വർഷത്തെ പാപം, 80 വർഷത്തെ പാപം പുറത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഈ ഹദീസ് കർമ്മങ്ങൾ വിശദീകരിക്കുന്ന ഫിഖ്ഹിൻ്റെ കിതാബിലാവുകയും അതും ഫിഖ്ഹിൽ തന്നെ എപ്പോഴും ആധാരമാക്കപ്പെടുകയും അതുപോലെ തന്നെ ഹുജ്ജത്തിന് തെളിവായിട്ട് പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഇമാം ഖതീബ് ശർബീനി റഹിമഹുല്ലാനെ പോലത്തവരുടെ മുഗ്നി മുഹ്താജിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെളിവും അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു പ്രചോദനവും ഒക്കെയാണ്. ഇതവിടെ നിന്നുള്ള പല സ്ഥലത്തും ഇമാം ദാറഖുത്നി റളിയല്ലാഹുവിൻ്റെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബഗിയത്തുൽ മുസ്തർഷിദീൻ, ഇത് ബഗിയൻ്റെ ഷറഹാണ്.
ഈ ബിഗിയൻ്റെ ഷറഹിലും ഇത് 3 പണ്ഡിതന്മാർ കൂടിയിട്ടുണ്ടാക്കിയ ഷറഹ് ഇതിലും ഈ പറയുന്ന സലാത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജുമയിലെ ബാബു നോക്കിയാൽ കാണാം, അവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ സലാത്ത് തന്നെ. അങ്ങനെ പല കിതാബിലുണ്ട്. ഹദീസിലൂടെ വന്നത് കർമ്മം വിശദീകരിക്കുന്ന ഫിഖ്ഹിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ 80 സലാത്ത് ചെല്ലുക. ഏതായാലും സലാത്ത് പറ്റിയ ഒരു ദിവസം ഒക്കെയാണല്ലോ. പക്ഷേങ്കിൽ ഇപ്പോൾ ഒക്കെ അതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. കൊറോണൻ്റെ മറവിൽ പല ആളുകളും മുതലെടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അൽക്കഫും ഇല്ല, സലാത്തും ഇല്ല, ഒന്നുമില്ല, ജമാഅത്തും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ആ രൂപത്തിലായിട്ടുണ്ട്. പേര് കൊറോണ. ശ്രദ്ധിക്കുക. മഹാമാരികളൊക്കെ പിടിപെട്ടാൽ അതിൻ്റെ രൂപത്തിൽ തന്നെ ആരാധനയൊക്കെ മുറ പോലെ നമ്മൾ നടത്തണം. അതിൻ്റെതായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധന ഒരു ഭാഗത്തൂടെ ചോർന്നു പോയാൽ ആഖിറത്തിലേക്ക് നമ്മൾ തന്നെ ചെല്ലേണ്ടി വരും. അവിടെ പിന്നെ ഈ പറയുന്ന ഉടായിപ്പം മറുപടി പറഞ്ഞാണ് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ അലൈസല്ലാഹു ബി ഹക്കമിൽ ഹക്കിമെന്നല്ലേ, കോടതിയൊക്കെ അല്ല തന്നെ കാരണം. അപ്പം അതുകൊണ്ട് നമ്മളെ നാവ് കൊണ്ട് പറയുന്നത് തന്നെയാണോ നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മളെ നാവ് കൊണ്ട് നമ്മൾ പറയണം എനിക്ക് പേടിയാണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുക. പക്ഷെ അതൊന്നും ഓൻ്റെ കൽബിൽ കയറിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ സ്വലാത്തല്ല, ഇപ്പോൾ കൊറോണ ഒന്നും ഇല്ലല്ലോ. സ്വലാത്തല്ല ഇപ്പോൾ എന്ത് കൊറോണ? ഇപ്പോൾ എൻ്റെ ഉള്ളൊന്നും ചൊല്ലിക്കൂടെ സ്വലാത്ത്? എവിടുന്നും ചെല്ലാം. അതിലിപ്പോൾ കൊറോണ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉദുറൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തേരട്ടെ. അല്ലാഹു അലം ബിസ്സവാബ്.